അപ്പൊ ഞാൻ കൂടിയില്ലെന്നും ആരും പറയുന്നത്. ചക്ക ഞാൻ ഒരുക്കാൻ കൂടിയില്ലേ? പിന്നെ നാളെയല്ലേ മമ്മി പോന്നേ? ഇന്ന് മമ്മി ഫുൾ ചക്ക വറുത്ത് ഫുൾ ബിസിയാണല്ലോ മമ്മി? ഫുൾ ബിസിയാ. അതെ അതെ, ഫുൾ ബിസിയാ. മമ്മിയുടെ വായിക്കൊട്ടും റെസ്റ്റ് ഇല്ല. റെസ്റ്റ് ഇല്ലാന്നല്ലേ? നാളെ കൊണ്ടുപോകാൻ കിട്ടുമോ അത്? കൊണ്ടുപോകാൻ കിട്ടുമോ? അതെ. ഇതിപ്പോ ഞാനും മമ്മിയും തിന്നു കഴിഞ്ഞിട്ട് നാളെ അവർക്ക് കൊണ്ടുപോകാൻ ഒന്നും കിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? ചക്ക മൂട്ടോ നോക്കുക. മമ്മി എന്തിനാ ഇങ്ങനെ കൊടയുന്നേ? ഉപ്പ് വെള്ളവേ ഒഴിച്ചതാ. അപ്പൊ എല്ലായിടത്തും ഒക്കെ ഒന്ന് ആയിക്കോട്ടെ. ചുമ്മാ ആണോ? എല്ലായിടത്തും ആകും. ചുമ്മാ ഒരു കുറച്ചില്ല. അതെ, രസം. ആയുധം വെച്ചുള്ള കളിയാ. അതല്ലേ? ഡാഡി ഫുൾ പണിയാണ് കേട്ടോ. ഡാഡിയും മമ്മി അതെ. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ മിരുമിരു. എന്നിട്ടും ചെവിയോട് ചേർന്നിട്ടെന്ന് പറയാനായും. അതെ, എന്നിട്ട് സൗകര്യം കിട്ടുന്നില്ല അല്ലേ ഡാഡി? അതെ. ഡാഡി തേങ്ങ കൊത്തിട്ട് എന്നാ ചെയ്യും? ഇത് കഴിഞ്ഞ പുറം ചേരണ്ടും എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് മിക്സിയിലിട്ട് അടിക്കും. അതെല്ലേ, അത് എളുപ്പമാ അല്ലേ? നല്ലപോലെ ഇത് മൊത്തം ചന്തിക്കൊണ്ടിരിക്കണമെങ്കിൽ നേരം വേണ്ടേ? അത് നേരം. പക്ഷെ ഇത് കൊത്തണമെങ്കിൽ ഡാഡി തന്നെ വേണം, വേറെ ആരെ കൊണ്ടും പറ്റില്ല. പിന്നെ എന്നാന്ന് വെച്ചാൽ ഈ മമ്മി മൂച്ചെടുത്ത് വരുമ്പോൾ 2 തേങ്ങ ഞാൻ പൊട്ടിച്ചു കൊടുക്കും. അത് ചേരണ്ടിക്കൊണ്ടിരിക്കുമ്പോ പിന്നെ കുറച്ച് ആശ്വാസമുണ്ട്. അതെ അതെ. ആ ചേരണ്ട അത്തയിലേക്ക് ഇല്ലേ കുറച്ച് ചക്കക്കുരു അങ്ങ് കുറച്ച് കൊടുക്കും. അതെ, അത് ചേരണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെ, 2 ചക്കക്കുരും തേങ്ങ ഉണ്ട് പിന്നെ മിണ്ടായിരുന്നു. അതെ, അപ്പൊ നമുക്ക് ആശ്വാസമുണ്ട്. അത് ചെരണ്ടിക്കൊണ്ട് മമ്മി പറയൂ അല്ലേ? മമ്മി പറയാനുള്ളതൊക്കെ അന്നേരമല്ല ചേട്ടൻ്റെ സ്പീഡ് കൂടും. നമ്മൾ ദേഷ്യം പെട്ട ഒരു പണി ചെയ്യുമ്പോഴേ അല്ലേ? ആശാരൻ ചോറിനാൻ വിളിക്കുമ്പോ അവള് 4 കൊട്ടോടെ കൊട്ടുമെന്ന് പറയുന്നത്. അത് കൊള്ളാം. അന്നേരം അവർക്ക് പണി കൂടണം. മമ്മി UK പോയിട്ട് വയറ് കുറയ്ക്കാതിരിക്കുന്നാണോ? അതെ അതെ. അവള് ചോക്ലേറ്റ് മമ്മി പറയുന്ന അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മള് ചോക്ലേറ്റ് നെയ്യൊക്കെ കഴിക്കണം, അല്ലെ പിടിച്ചു നിൽക്കില്ലാന്ന് അല്ലേ? എന്നും പറഞ്ഞ മമ്മി അതൊരു കാരണമാക്കി ഫുൾ ചോക്ലേറ്റ് മമ്മി തന്നെ തിന്നുന്ന എനിക്ക് തോന്നുന്നത്. അതെ, ഇവിടെ കൊണ്ടുവന്നൊക്കെ പിള്ളേർക്ക് കൊടുക്കണം കുറച്ച് ദിവസം കഴിയുമ്പോൾ നോക്കി അതും തേടി അത് ഞാൻ അങ്ങോട്ട് വരും. അത് ഇടയ്ക്ക് ലൈറ്റ് ഓൺ ചെയ്ത് നോക്കി അടുക്കളയിൽ ഇരുന്ന് തന്നെ ഇരുന്ന് ചോക്ലേറ്റ് തിന്നുന്ന. അതൊന്നും അയ്യോ, മതി. കുറ്റം പറയാനാണെങ്കിലേ അപ്പന് 100 നാവാ. നല്ലത് പറഞ്ഞ് ഒരുപാട് പൊങ്ങിപ്പോയാലോ? ഇതാകുമ്പോ മര്യാദക്കിരുന്നു. അമ്മ ഇത് ഞാൻ തന്നെ തിന്നു കൊടുക്കുന്ന ആള് വന്നേ. ഞാനും എന്റെ പിന്നെ എന്തോരം തിന്നറിയോ? ഓ കേട്ടോ, ഗ്യാസ് കയറി വന്ന വ്യാളിയോ? പ്ലെയിൻ സ്റ്റാർട്ട് ചെയ്താ ചക്ക പുഴുങ്ങിയതായിരുന്നു രാവിലെ, അത് തിന്നു. പിന്നെ എന്നാ കൊറേ ചക്ക വറുത്തത് തിന്നു. ചക്ക വെട്ടിയപ്പോ കൊറേ പച്ചച്ചോള തിന്നു. പിന്നെ വറുത്തപ്പോ അന്നേരം തൊട്ട് തിന്നുന്ന. നന്നായിട്ട് മെനിയാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. എനിക്കറിയാമല്ല, ചക്ക കണ്ടു കഴിഞ്ഞാൽ എന്റെ നിയന്ത്രണങ്ങളെല്ലാം വിട്ടുപോകും. എല്ലാം വിട്ടുപോകും. പച്ചയ്ക്കും പഴുത്തും പുഴുങ്ങിയും ഒക്കെ തിന്നു. മമ്മി കഴിക്കും. മമ്മിക്ക് ഒരു പ്രായമായിട്ടില്ലല്ലോ. റിട്ടയർഡ് ടീച്ചറാണ് ഞാൻ. ടീച്ചർ ഡാഡിയുടെ തേങ്ങ ഒത്തിരി കഴിഞ്ഞോ? തീരാൻ പോവാ. ഉള്ളൂ. ഞാൻ ഉടനെ വരും കേട്ടോ, അല്ലെ ആൾക്കാരെ ശരിയാക്കും. അപ്പനും അമ്മയും കൊണ്ട് പണിയെടുപ്പിച്ചു. അതെ, കാലത്തോട്ട് പറഞ്ഞാൽ ഉടനെ വരുമെന്ന്. പണിക്ക് കൂടുന്നില്ല അവൻ്റെയൊക്കെ വായിക്കാറുണ്ട് മോളെ. അത് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജിയാ. എനിക്ക് കാര്യമില്ല പോവാന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമൊന്നുമില്ലേ. ഞാനിപ്പോൾ ഒരു വട്ടം അവിടെ ഒരു മിനിറ്റ് എന്ന് പറയും. വരുന്നത് ചിലപ്പോൾ പിറ്റേ ദിവസമായിരിക്കും. എന്നാലും ഇല്ല, ഒരു വേനൽക്കാലത്ത് ഒരു ചെറിയ മഴ പെയ്യുമാതിരിയാ. ഇതൊക്കെ വറുത്ത് വെച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? ഇതെല്ലാം കൂടെ കാരണം അത് ചിലപ്പോൾ മറന്നു പോകും. പാത്രത്തിൽ അടച്ചു വെച്ചിട്ട് കഴിഞ്ഞ ദിവസം അങ്ങോട്ട് പോയതായിരുന്നു. അങ്ങനെ മറന്നാ എനിക്ക് തിന്നാമായിരുന്നു. അപ്പൊ ഇന്നത്തെ അടുക്കള വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ബായ് കൊടുത്തേ ഡാഡിയും മമ്മിയും ഒരു ബായ് കൊടുത്തേ. ബായ് ബായ്. ഇവിടെ ആയുധം വെച്ചുള്ള കളിയാണ്. അതുകൊണ്ട് ബായിയൊക്കെ പിന്നെ പറയാം. ബൈ. നമ്മൾ കഴിഞ്ഞ ദിവസം കുറെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയതാണ്, പക്ഷെ അതൊക്കെ ഓൾമോസ്റ്റ് തീരാറായി. ഞാനൊക്കെ അല്ലേ ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ അടുത്ത ഒന്നുകൂടി ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ അതിനായിട്ട് ഉള്ളി ഇങ്ങനെ വട്ടം അല്ല, നീളത്തിലാണ് അരിയേണ്ടത്. നീളത്തിൽ അരിയണമെന്ന് മമ്മി പ്രത്യേകം പറഞ്ഞു. എന്താ അതിന്റെ ഗുട്ടൻസ് എന്ന് എനിക്കറിയില്ല. ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കും ഇത്രയും ടേസ്റ്റ് ആയത്. അപ്പൊ ഞാൻ ഈ തലേ തുണിയൊക്കെ ഇട്ടിങ്ങനെ അടിച്ചു വാരിക്കൊണ്ടിരുന്ന ഞാനാണ്. ഞാനാണ്
ഇവിടെ വന്ന് ഉള്ളി അരിയുന്നത്. അപ്പം മൾട്ടി ടാസ്കിങ് ആണ് കുറച്ച്. ചില കൊപ്രായൊക്കെ ഇട്ടേച്ച് പോയി കഴിഞ്ഞാൽ അത് കളയും. നിങ്ങളൊന്നും എടുക്കുകയില്ലല്ലോ. പിന്നെ കുറച്ച് ചമ്മന്തിയും കൂടെ ഇടിച്ച് കുറച്ചുകൂടെ വെച്ചേച്ചും പോകാം. തേങ്ങ കളയണ്ടല്ലോ എന്നോർത്ത് ഒന്നും കൂടെ ചമ്മന്തി ഉണ്ടാക്കാനുള്ള തന്നെയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കറി ഒന്ന് ചൂടാക്കാൻ വച്ചിട്ടുണ്ട്. നന്നായിട്ട് ഒലന്നങ്ങ് വരട്ടെ. ഇനി പറഞ്ഞു ഞാൻ പണിയെടുക്കുന്നില്ല എന്ന് ആരും പറഞ്ഞേക്കരുത് കേട്ടോ. ഞാൻ ഇവിടെ ഭയങ്കര പണിയാണ്. കൊമ്പടി വെച്ച് നോക്കി. അപ്പൊ അതെ ഒരാൾ കൂടി വന്നിരിക്കുകയാണ് നമ്മുടെ ഈ അംഗത്തിൽ പങ്കുചേരാനായിട്ട്. നാരങ്ങോളം എടുക്കാനായിട്ട് വന്നതാണ്. പക്ഷെ ഞങ്ങൾ ഇവിടെ അങ്ങ് അപ്പോയിന്റ്മെന്റ് കൊടുത്തു അല്ലേ? അപ്പോയിന്റ് ചെയ്തു. നാരങ്ങോളം കുടിക്കാനായിട്ട് വന്നതാണ്. അപ്പൊ ഞങ്ങൾ ഇവിടെ അപ്പോയിന്റ് ചെയ്തു. അങ്ങനെ നൈസ് പണിയല്ലേ? മമ്മി റെസ്റ്റ് എടുക്കും കുറച്ചു നേരം. ആരാണ്ട് പറഞ്ഞു കേട്ടു നമ്മളുടെ വീഡിയോയിൽ എന്നൊരു വാഴക്കൊല കാണാമെന്ന്. ആണോ? അതൊരു വാഴക്കൊലയല്ല, പല വാഴക്കൊല. അത് ഇന്ന് വേറെ വാഴക്കൊല. ഇത് പിടിക്കാട്ടോ. ചട്ടി ഇപ്പൊ ചാടുന്നുള്ള രീതിയിലായിരിക്കുന്നേ. ഒന്നാമത്തെ കാര്യം ഉച്ചയായി കഴിഞ്ഞാൽ അടുക്കള നിക്കാൻ പറ്റില്ല അല്ലേ അമ്മേ? ഞാനിരിക്കുന്നേ ഞാൻ ഇളക്കണ വീഡിയോ ആരും എടുത്തൊന്നുമില്ല കേട്ടോ. അതാ വീഡിയോയിൽ കാണാത്തത്. ഇപ്രാവശ്യത്തെ ചമ്മന്തിപ്പൊടി കരിഞ്ഞിരുന്ന എന്റെ ഫുൾ ക്രെഡിറ്റ് എന്റെ കെട്ടിയവനായിരിക്കും അല്ലേ അമ്മേ? വേണ്ട, ആ ഇളക്ക് പോരാട്ടോ. ത്രൂ ഔട്ട് ഇളക്കണം. പോലെ പോലെ അയ്യോ രാജി വെക്കില്ല. അങ്ങനെ പറയല്ലേ. ഇങ്ങനെയൊക്കെ പഠിക്കണേ പോലെ. വാ പോയി കേട്ടോ.